കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അല്ലയോ തിമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യർത്ഥമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും സൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, തൻ്റെ പ്രിയ ശിഷ്യനായ തീത്തോസിനോട് ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ ലെറ്റർ എഴുതുമ്പോൾ ഈ പൗലോസ് 2 കാര്യം ഓർപ്പിക്കുകയാണ്. ഒന്ന്, ലാഭമെന്ന് കരുതുന്ന ഈ അഴിഞ്ഞു പോകുന്ന ആ ഒരു സ്വത്തിനോടും അതേപോലെ തന്നെ വൃഥാ കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊന്നും ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയാന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സംസാരം അധികമാകുമ്പോൾ അവിടെ പാപം അധികമാകുമെന്ന് ബൈബിളിലെ വചനം പറയുന്നു. അപ്പം വൃഥാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃഥാ സംസാരത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ലാഭമെന്ന് കരുതുന്ന പലതും നമുക്ക് ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ അത് നമുക്ക് നഷ്ടമാക്കി കളയുന്നതിനാൽ ഈ ലോകത്തിൽ ലാഭമെന്ന് കരുതുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്ന് കരുതുന്ന പലതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽപ്പാൻ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നത് പോലെ നമ്മോടും ഇന്ന് പറയുന്നതാണ്. ദൈവമക്കളെ, പലരും ഈ ലോകത്തിലുള്ള സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പലാഭത്തിന് വേണ്ടി അല്പ പൈസയ്ക്ക് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ ദൈവസഭയിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം അധിക നേരം തൻ്റെ സ്വന്തം കാര്യങ്ങളിൽ ചെലവാക്കി എങ്ങനെയെങ്കിലും 10 പൈസ നേടണമെന്നുള്ള ആ ഒരു ചിന്തയോട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ദൈവാത്മാവ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അത് എല്ലാം ഈ ഭൂമിയെ വിട്ട് ഒരു ദിവസം നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകും. പക്ഷേ ആ ഒരു വൃഥാ കാര്യങ്ങൾ നാം താല്പര്യരാകാതെ അല്ലെങ്കിൽ വൃഥാ വർത്തമാനങ്ങളിൽ താല്പര്യരാകാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ മാറി നിൽക്കണം എന്ന് ജ്ഞാനമുള്ളവരായി ഇരിക്കണമെന്ന് ദൈവാത്മാവ് നമ്മോട് പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം നമ്മോട് കൽപ്പിക്കുന്നു. ഈ വചന മുഖാന്തരം മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവെ, നമുക്ക് ജീവിപ്പാൻ സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ നമ്മൾ അധിക ലാഭം നോക്കി ദൈവവചനം വിട്ട് ദൈവകൃപ വിട്ട് ഓടാതെയും അതേപോലെ അധികമായിട്ട് നാം സംസാരിച്ച് നമുക്ക് പാപങ്ങൾ മേൽ പാപം വരുത്തി നമ്മുടെ വാക്കുകൾ കർത്താവ് വൃഥാമായി തീരാതിരിപ്പാൻ ഞങ്ങളുടെ നാവുകളെയും ഞങ്ങളുടെ മനസ്സെയും അങ്ങ് നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ വന്നു ചേരുവോളം ഞങ്ങളെ വലതുകരം പിടിച്ച് നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.